നമസ്കാരം. പശ്ചിമ ബംഗാളിൽ നിന്ന് മമതാ ബാനർജിയുടെ അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇപ്പോൾ തന്നെ പ്രേക്ഷകരിൽ പലർക്കും ഇതൊക്കെ പഴയ വാർത്തയായില്ലേ എന്ന് തോന്നുന്നുണ്ടാവും. എന്നാൽ അങ്ങനെയല്ല. അവരുടെ ഭരണകാലഘട്ടത്തിൽ 15 വർഷങ്ങൾ നീണ്ട അവരുടെ ഭരണത്തിൻ്റെ കീഴിൽ നടന്ന ക്രൂരതകളും അക്രമങ്ങളും മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഇപ്പോൾ വെളിവായി വരുന്ന വാർത്തകൾ നമ്മളോട് പറയുന്നത് വലിയ ശതകോടികളുടെ അഴിമതിയുടെ കഥ കൂടിയാണ്. മമതാ ബാനർജി വെറുതെ ഒരു വെള്ള സാരിയും ഒരു വില കുറഞ്ഞ 50 രൂപയുടെ സാരിയും ഹവായി ചപ്പലും ധരിച്ച് നടക്കുന്ന ഒരു സാധാരണ സ്ത്രീയല്ലേ? അവരുടെ കയ്യിലുള്ള ഏറ്റവും ആഡംബരപൂർവമായ വസ്തു എന്നുള്ളത് അവരുടെ സ്മാർട്ട് വാച്ചല്ലേ, ആപ്പിൾ വാച്ചല്ലേ എന്ന് ചോദിക്കുന്നവർ, രണ്ട് കയ്യിലും വാച്ച് കെട്ടി നടക്കുന്ന ഒരു പ്രത്യേക വനിതയല്ലേ അവർ? ലളിത ജീവിതം നയിക്കുന്നവരല്ലേ? ഒരു സാധാരണ വീട്ടിൽ, ഏതാണ്ട് ഇടിഞ്ഞു പൊളിയാറായ ഒരു വീട്ടിലല്ലേ അവർ കാളിഘട്ട് എന്ന പ്രദേശത്ത് താമസിക്കുന്നത്? ഇതെല്ലാം സത്യമാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വിവരം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഭാഗത്ത് നിന്നാണ്. നമ്മുടെ പിണറായി വിജയൻ്റെ പ്രിയപ്പെട്ട അന്വേഷണ ഏജൻസി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറയുന്നത് അവരുടെ പാർട്ടി ഫണ്ടിൽ നിന്ന് ഏതാണ്ട് 160 കോടി രൂപ സ്വകാര്യ വിമാനങ്ങൾ വാങ്ങുവാനും അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള സംവിധാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ വാങ്ങുവാനും വേണ്ടി അവർ വിനിയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏതാണ്ട് 160 കോടി രൂപയുടെ വളരെ സംശയാസ്പദമായിട്ടുള്ള നിഗൂഢമായ ഇടപാടുകളാണ്. എന്നാൽ നേരിട്ട് തൃണമൂൽ കോൺഗ്രസ് ഇത് വാങ്ങുകയല്ല ചെയ്യുന്നത്. ഈ വിമാനങ്ങൾ അവർ ചെയ്യുന്നത് അവരുടെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ, EDയുടെ പ്രാഥമികാന്വേഷണത്തിൽ വെളിവായിരിക്കുന്ന വിവരങ്ങൾ, ഒരു 3 വർഷങ്ങളുടെ കാലഘട്ടം, 2023 മുതൽ 2026 വരെയുള്ള കാലഘട്ടങ്ങളിൽ TMCയുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് ഏകദേശം 160 കോടി രൂപ കെയർവെൽ ഏവിയേഷൻ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയിലേക്കും ആ കമ്പനിയുടെ സഹോദര സ്ഥാപനങ്ങളിലേക്കും, അല്ലെങ്കിൽ ഈ അവാന്തര വിഭാഗം എന്ന് പറയില്ല, ആ കമ്പനിയുടെ തന്നെ ഒരു സിസ്റ്റർ കൺസേൺ എന്ന് നേരിട്ട് പറയാതെ ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനങ്ങൾ, ഇപ്പോൾ ഒരു ഫർണിച്ചർ കടയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കൂപ്പ് കാണും. അവർ സ്ഥിരമായി കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്ന, ഒരുപക്ഷെ അവരുമായി അടുത്ത ബന്ധം തന്നെ പുലർത്തുന്ന ഒരു കൂപ്പ് കാണും. അതുപോലെ കണ്ടാൽ മതി. ഈ കെയർവെൽ ഏവിയേഷൻ എന്ന കമ്പനിയുടെ അവാന്തര ശാഖകളിലേക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലേക്കോ അല്ലെങ്കിൽ ഒരു സഹകരണ സ്ഥാപനങ്ങളിലേക്കോ, അവരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലേക്കോ ഈ തുക കൈമാറ്റം ചെയ്യപ്പെട്ടു. ആ കമ്പനികളുടെ ഒരു സംഘടിതമായിട്ടുള്ളൊരു കൺസോർഷ്യം ഇത്തരത്തിലുള്ള സ്വകാര്യ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും വാങ്ങിക്കൂട്ടി. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ എന്നുള്ളത് അത്ര ചിലവ് കുറഞ്ഞ അല്ലെങ്കിൽ ഒരു ചീപ്പ് ഹെലികോപ്റ്റർ അല്ല. ഒരല്പം സാമ്പത്തികം ഉള്ള ആൾക്കാർക്ക് മാത്രം സഞ്ചരിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ വാങ്ങുവാൻ സാധിക്കുന്ന ഒരു ഹെലികോപ്റ്ററാണ്. അത് വാങ്ങി ഈ കമ്പനികൾ പിന്നീട് ചെയ്തത് ഇവ TMCക്ക് വാടകയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അടിസ്ഥാനപരമായിട്ട് എൻ്റെ തുക ഉപയോഗിച്ച് ഞാനൊരു പേന വാങ്ങി മറ്റൊരാൾക്ക് നൽകി. അയാളുടെ പേരിലാണ് ബില്ല് എഴുതപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഈ പേന വെച്ച് സ്ഥിരമായി എഴുതുന്നത് ഞാനാണ്. തത്വത്തിൽ പേനയുടെ ഉടമസ്ഥൻ അയാളാണ് കടലാസിൽ, പക്ഷെ ഉപയോഗിക്കുന്നത് ഞാനാണ്, യഥാർത്ഥ ഉടമസ്ഥൻ ഞാനുമാണ്. അത്തരത്തിലുള്ളൊരു ഈ കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെ മറ്റൊരു രൂപം. ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത്രയും കാര്യങ്ങൾ, ഈ 160 കോടി രൂപയുടെ ഇത്ര നിഗൂഢമായ ചിലവഴിക്കൽ ഈ കെയർവെൽ ഏവിയേഷൻ ലിമിറ്റഡ് എന്ന കമ്പനിയെ ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിനെ ഒരു മുഖമാക്കി കൊണ്ട് നടത്തപ്പെട്ട തിരിമറി കഴിഞ്ഞ 3 വർഷങ്ങൾക്കുള്ളിൽ നടന്ന ഒരു തിരിമറി മാത്രമാണ്. 15 വർഷക്കാലം മമത പശ്ചിമ ബംഗാൾ ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാലയളവിൽ എത്രത്തോളം തിരിമറി നടന്നിട്ടുണ്ടാകാം? 460 കോടി രൂപയുടെ പ്രഖ്യാപിത സ്വത്ത് അല്ലെങ്കിൽ സമ്പാദ്യം തൃണമൂൽ കോൺഗ്രസ്സിനുണ്ട്. ആ പ്രഖ്യാപിത സമ്പത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമ പോരാട്ടം ഇനി തുടങ്ങുവാൻ പോവുകയാണ്. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിൽ വിമതപക്ഷം നിലനിൽക്കുന്നതോടുകൂടി അവരാണ് യഥാർത്ഥ തൃണമൂലെന്ന് നിയമസഭയ്ക്കകത്ത് നിയമപരമായി അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് അവരവരുടെ പശ്ചിമ ബംഗാൾ മമതാ ബാനർജിയുടെ ആസ്ഥാനം, അവരുടെ മുൻ ആസ്ഥാനം കയ്യേറിയ വാർത്തകളെല്ലാം തത്വമൈ ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. കയ്യേറിയതിനുമപ്പുറം അവിടെ അവരുടെ അവകാശം സ്ഥാപിച്ചു എന്ന് വേണം പറയാൻ വിമതർ. കാരണം ഭരണഘടന അനുശാസിക്കുന്ന മാർഗരേഖകൾ അനുസരിച്ച് അവർ തന്നെയാണ് നിയമസഭയ്ക്കുള്ളിലെ യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ്. ഇലക്ഷൻ കമ്മീഷൻ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറ്റൊരു തരത്തിൽ തീരുമാനിക്കുന്നത് വരെ, അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ആ നിമിഷം വരെ ഇപ്പോൾ ഋതപ്രതാപ് ബാനർജിയുടെ കീഴിലുള്ള തൃണമൂൽ കോൺഗ്രസ്സാണ് യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ്. മമത അനാഥയാണ്. തിരികെ 160 കോടി രൂപയുടെ അഴിമതിയിലേക്ക് വന്നാൽ, ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു സമുദ്രത്തിലെ ഒരു തുള്ളി മാത്രമാണ്.
ഇതിലും എത്രയോ വലിയ അഴിമതികൾ ഇപ്പോൾ അന്വേഷിച്ച് തുടങ്ങപ്പെട്ടിരിക്കുന്നു. അന്വേഷണം ആ അഴിമതികളിലേക്ക് തുടങ്ങിക്കഴിഞ്ഞു. സുവേന്ദു അധികാരി വളരെ ശക്തമായ നിലപാടാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ അഴിമതിയെ പ്രതി കൈക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് യാതൊരു വിധത്തിലുള്ള സമവായവും ഇക്കാര്യത്തിൽ ഉണ്ടാവില്ല, ഒരു ദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ്. തന്നെയുമല്ല, ഇപ്പോൾ BJP സർക്കാർ തന്നെ സംസ്ഥാനത്തിൽ അധികാരത്തിലിരിക്കുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയം, പ്രത്യേകിച്ചൊരു അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്ററിൻ്റെയൊക്കെ ഒരു കൊടുക്കൽ വാങ്ങലുകൾ അല്ലെങ്കിൽ അത് വാങ്ങുക എന്നുള്ളതൊന്നും രാജ്യസുരക്ഷയ്ക്ക് അത്ര ആശാസ്യമായൊരു കാര്യമല്ല. കാരണം അഗസ്റ്റ വെസ്റ്റ്ലാൻഡിനെ സംബന്ധിച്ച് സോണിയാഗാന്ധിയും ഗാന്ധി കുടുംബം വലിയ അഴിമതികൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കമ്പനിക്ക് ഭാരതത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭാരതത്തെ പ്രതി ഒരുപാട് വാണിജ്യ താല്പര്യങ്ങളുമുണ്ട്. അങ്ങനെയുള്ളൊരു കമ്പനിയുമായിട്ടാണ് കരിമ്പട്ടികയിൽ പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നൊരു കമ്പനിയാണ്. ഏറ്റവും ചുരുങ്ങിയത് ഗാന്ധി കുടുംബവുമായുള്ള കൊടുക്കൽ വാങ്ങലുകളെ സംബന്ധിച്ചെങ്കിലും അത്തരത്തിലൊരു കമ്പനിയുമായി ഈ മമതാ ബാനർജിയെ പോലെ ഏകഛത്രാധിപതിയായി ബംഗാളിൽ 15 വർഷങ്ങൾ വാണിരുന്നൊരു മഹതി 15 കോടി രൂപയുടെ 160 കോടി രൂപയുടെ കൊടുക്കൽ വാങ്ങലുകൾ, അതും അത്ര വെടിപ്പല്ലാത്ത കടലാസ് ബാക്കി വെച്ചുകൊണ്ട് ബില്ലുകളും ഒക്കെ അത്ര വെടിപ്പല്ലാത്ത രീതിയിൽ കണ്ടാൽ തന്നെ അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ പേനയുടെ ഉദാഹരണം, ഉടമസ്ഥനവനാണ്, സ്ഥിര ഉപയോഗം ഞാനാണ്, കടം വാങ്ങിയതുപോലുമല്ല എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള ആഡംബര വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും വാങ്ങിക്കൂട്ടിയ തൃണമൂൽ കോൺഗ്രസ് മറ്റേതൊക്കെ ശാഖകളിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തലങ്ങളിൽ എത്രമാത്രം വലിയ അഴിമതികളാവും ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരും സാധാരണ ജനങ്ങളും ഒരുപോലെ ചോദിക്കുന്നത്. അത്തരത്തിലൊരു ചോദ്യത്തിൽ ആരും അത്ഭുതപ്പെടേണ്ടതില്ല. മമതാ ബാനർജിയുടെ കീഴിൽ തന്നെ നിരവധി തൃണമൂൽ കോൺഗ്രസ്സുകാർ വിദ്യാഭ്യാസ സംബന്ധമായ തട്ടിപ്പുകളും ഫ്ലാറ്റിൻ്റെ ലോണുകൾ സംബന്ധമായ തട്ടിപ്പുകളും ചികിത്സാ സംബന്ധമായ പണപ്പിരിവിന് കേന്ദ്ര സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ പോലും സ്വന്തം വീട്ടിൽ കൊണ്ടുവച്ച സാമാജികരും അത്തരത്തിൽ വലുതും ചെറുതുമായ നിരവധി അഴിമതികൾ കാട്ടിയിട്ടുള്ളവരാണ് മമതാ ബാനർജിയുടെ കീഴിൽ മാത്രം. ഒരു ഘട്ടത്തിന് ശേഷം പാർട്ടിയുടെ നിയന്ത്രണം മമതാ ബാനർജിയുടെ അനന്തരവൻ അഭിഷേക് ബാനർജി ഏറ്റെടുത്തപ്പോൾ ആ അഴിമതിയുടെ തോതും ഒരു ശതമാനക്കണക്കും അങ്ങ് ഒരു വിസ്ഫോടനം പോലെ വർദ്ധിച്ചു എന്ന് വേണം പറയാൻ. 160 കോടിയാണ് നേരത്തെ പിരിച്ചിരുന്നെങ്കിൽ ആ സ്ഥാനത്ത് 500ഉം 1000ഉം കോടിയൊക്കെ നിസ്സാരമായി ഒഴുകിയെത്തുവാൻ തുടങ്ങി. ഗുണ്ടാപ്പിരിവ് പോലും നടത്തിയിരുന്നു. ഇത്രയും കോടികൾ ലഭിച്ചിട്ടും മതിയാവാതെ തെരുവുകളിൽ അവരെ സംബന്ധിയായിട്ടുള്ള ഭയം നിലനിർത്തുവാൻ വേണ്ടി പ്രാഥമികമായി, ഒപ്പം സാമ്പത്തിക വരുമാനത്തിനും കൂടി വേണ്ടി തെരുവുകളിലെ തെരുവോര കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് ഹഫ്ത പിരിച്ചിരുന്നു. ആഴ്ചപ്പടി എന്ന് വേണമെങ്കിൽ പറയാം, മാസപ്പടി പോലുമല്ല, എല്ലാ ആഴ്ചയും കൊടുക്കണം ഇവർക്ക് ഒരു തുക. BJP നേതാക്കൾ അധികാരത്തിലെത്തിയപ്പോൾ അല്ലെങ്കിൽ BJP സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ഒരു പ്രാദേശികമായിട്ടുള്ള നേതാവിനോട് ആ പ്രദേശത്തെ ജനവാസികൾ ചോദിച്ചത്, അപ്പോൾ നാളെ മുതൽ ഞങ്ങൾ ആരുടെ കയ്യിലാണ് ഈ ഹഫ്ത തരേണ്ടത്? അദ്ദേഹം ഞെട്ടിപ്പോയെന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ ഒരു സർവ്വസാധാരണമായ കാഴ്ചയായിരുന്നു അല്ലെങ്കിൽ അനുഭവമായിരുന്നു പശ്ചിമ ബംഗാളികളെ സംബന്ധിച്ച് മമതയുടെ കീഴിലുള്ള ഒരു ഗുണ്ട പ്രസ്ഥാനത്തിൻ്റെ ക്രയവിക്രയങ്ങൾ അല്ലെങ്കിൽ വിക്രിയകൾ. ഇന്ന് അതിനൊരു വ്യത്യാസം വന്നിരിക്കുന്നു. സുവേന്ദു അധികാരി അത്തരത്തിലുള്ള ഗുണ്ടകളെ യാതൊരു തരത്തിലും പ്രോത്സാഹിപ്പിക്കില്ല എന്ന് മാത്രമല്ല അടിച്ചമർത്തുകയും ചെയ്യും. പക്ഷേ ED ഇപ്പോൾ ഈ വിഷയത്തിലേക്ക് വന്നിരിക്കുന്നത് ഒരുപക്ഷെ ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇവരുടെ ഫണ്ട്, ഏറ്റവും ചുരുങ്ങിയത് ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായ കുടിയേറ്റക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരുവാനെങ്കിലും TMC സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ടെന്ന് കരുതുക. ഒരു പടി കൂടി കടന്ന് അല്ലെങ്കിൽ ഒരു പൊന്നും കുടത്തിന് പൊട്ടെന്ന പോലെ ഈ അനധികൃത കുടിയേറ്റക്കാരുടെ ഇടയിൽ ചില ഭീകരവാദികളും ഉണ്ടായിരുന്നു എന്ന് കരുതുക. നേരിട്ട് അല്ലെങ്കിൽ പോലും തൃണമൂൽ കോൺഗ്രസിൻ്റെ ബന്ധം എവിടെ എത്തി നിൽക്കുന്നു? ഭീകരവാദത്തിൽ എത്തി നിൽക്കുന്നു. അവിടെയാണ് ഈ EDയുടെ പ്രസക്തി. ഇനി അടുത്ത ഉള്ളിലേക്ക് വരുവാൻ പോകുന്ന അല്ലെങ്കിൽ ഈ കളിയിലേക്ക് ചുവട് വയ്ക്കുവാൻ പോകുന്ന NIA, CBI തുടങ്ങിയ അന്വേഷണ ഏജൻസികളുടെയും പ്രസക്തി. എന്തായാലും മമതാ ബാനർജിയെ സംബന്ധിച്ച് ഒട്ടും നല്ല കാലമല്ല ഇപ്പോൾ നടപ്പിലുള്ളത്. എന്താകും അവരുടെ ഒരു പരിണാമം എന്നുള്ളത് കാത്തിരുന്ന് കാണാം. കാരണം സുവേന്ദു അധികാരി ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരനായതുകൊണ്ട് കഴിയുന്നിടത്തോളം കാലം അവരെ അറസ്റ്റ് ചെയ്യില്ല. കാരണം അവരിങ്ങനെ പൊതുമണ്ഡലത്തിൽ നാണം കെട്ട് അവരുടെ ഓരോ അഴിമതി കഥകളായി പുറത്തു വരുന്ന, അവരുടെ നേരിട്ടുള്ള അഴിമതി അല്ലെങ്കിൽ പോലും അവരുടെ അനന്തരവൻ്റെയും അവരുടെ അടുപ്പക്കാരുടെയും എല്ലാം അഴിമതി കഥകൾ ഓരോന്നായി പുറത്തു വരുന്നത് കണ്ടും കേട്ടും അവിടെ ആരോരും നോക്കാനില്ലാതെ, കേൾവിയും കേൾപ്പവരുമില്ലാതെ
കാളികെട്ടിൽ തന്നെ കഴിയട്ടെ എന്നുള്ളതായിരിക്കണം സുവേന്ദു അധികാരിയുടെ പദ്ധതി. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വീട്ടുതടങ്കലിലാണ് എന്നൊക്കെ അനാവശ്യ മുറവിളികൾ കൂട്ടി അവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. പക്ഷേ അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പ് പൊതുമണ്ഡലത്തിൽ ചെന്ന് ഇത്തരത്തിലുള്ള ഈ സമീപകാലത്ത് കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്കുള്ളിൽ പശ്ചിമ ബംഗാളിൽ ഒരു ദൗർഭാഗ്യകരമായ ഒരു ബലാത്സംഗ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അതിൻ്റെ പേരിലൊരു പ്രക്ഷോഭം ഉണ്ടാക്കുവാനായി അവർ പുറത്തു വന്നതും മാധ്യമങ്ങൾ കണ്ടതാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭ്യമാണ്. എന്തായാലും മമതാ ബാനർജി കുറിച്ച് പറയുവാനായിട്ട് ഹരിഹർ നഗറിലെ ഒരു ഡയലോഗ് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. മമതയുടെ ടൈം ബെസ്റ്റ് ടൈം. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഈ വിഷയാവതരണവും ഇതിൻ്റെ ഒരു വിശകലനവും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ പങ്കുവയ്ക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.